ദൈനംദിന ജീവിതത്തിൻ്റെ ആവശ്യത്തിന് വരുന്ന ഷോപ്പുകൾ എവിടെയൊക്കെ ഉണ്ട് എന്നൊരു വിവരം നമ്മുടെ കുട്ടിക്ക് അറിഞ്ഞിരിക്കണം. തീർച്ചയായിട്ടും. ഉം. നമ്മുടെ വീട്ടിലെ പല ആവശ്യങ്ങൾക്കും വരുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നുകിൽ ഇതുപോലെ മരുന്ന് ഷോപ്പുകൾ, അല്ലെങ്കിൽ പ്ലംബിങ്ങുമായി ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവില്ല അങ്ങനെയുള്ള അതിൻ്റെ ഷോപ്പുകളെ കുറിച്ചുള്ളൊരു ധാരണ. അത് എവിടെയുണ്ട്, എവിടെയാണ് അതുള്ളത്, ഇന്ന സ്ഥലത്താണല്ലോ, എവിടെയാണ് ഹോസ്പിറ്റലുള്ളത്, എവിടെയാണ് പഞ്ചായത്തുള്ളത്, എവിടെയാണ് താലൂക്ക് ഉള്ളത്, ഇത് നമ്മുടെ കുട്ടി ഇന്നലെ നസറുള്ള സലായും ബഷീർ മാഷും എന്നെ വിളിച്ചിട്ട്, ഞാൻ സ്കൂളിൽ നിന്ന് പോരുന്ന വഴി സലായി എന്നെ വിളിച്ചല്ലോ, ബഷീർ മാഷ് വിളിച്ചത്. അതെ. വിളിച്ചിട്ട് കാവനൂരിൽ നിന്ന് ഒരു വൈദ്യരുണ്ട്, ആ വൈദ്യരുടെ അടുത്ത് നിന്ന് മരുന്ന് വാങ്ങാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ കാവനൂർ എന്ന് പറയുന്നത് എൻ്റെ നാടിൻ്റെ അടുത്തുള്ളൊരു സ്ഥലം. ഇപ്പം 4-5 വർഷങ്ങളായിട്ട്, പണ്ടേ പരിചയമുള്ള സ്ഥലം, 4-5 വർഷങ്ങളായി എല്ലാ ദിവസവും കടന്നു പോകുന്ന സ്ഥലം. സ്കൂളുമായി ബന്ധപ്പെട്ട യാത്രയിൽ എന്നും കടന്നു പോകും വരവുണ്ടാവുന്ന സ്ഥലം. പിന്നെ ചെറുപ്പകാലം മുതലേ തന്നെ കാവനൂരിൽ പോകുന്നു, അങ്ങാടിയിൽ പോലും വരവും അങ്ങനെയൊക്കെയുള്ള ഒരു പരിചിതമായൊരു സ്ഥലം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അവിടുന്ന് ആ വൈദ്യരെ കടയിൽ പോയിട്ട് നിങ്ങൾ വാങ്ങി വന്നു കഴിഞ്ഞാൽ എനിക്ക് വലിയൊരു ഉപകാരമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അവിടെ നിർത്തിയ അദ്ദേഹം പറഞ്ഞ ഇരുവേറ്റി റോട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ട് ഷോപ്പ് എന്ന് പറഞ്ഞു. ഒരു വൈദ്യരാണ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് വാങ്ങാനാണല്ലോ പറഞ്ഞത്. ഞാൻ ഇരുവേറ്റി റോട്ടിൽ കയറിയിട്ട് 2-3 തവണ ബൈക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി. എത്ര തപ്പേട്ടും കിട്ടിയില്ല. ആ സമയത്ത് ഞാനൊരു കാര്യം തിരിച്ചറിഞ്ഞു. നമ്മൾ 5 കൊല്ലമല്ല, 10 കൊല്ലമല്ല, 15 കൊല്ലം ഒരു വഴിക്ക് നടന്നാലും ആ സ്ഥലത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അവിടെ എന്തുണ്ട് എന്നതിനെക്കുറിച്ചോ നമുക്കൊരു വിവരവും കിട്ടൂല. നമ്മളത് കൃത്യമായി, ഒന്നുകിൽ നമ്മളതിൻ്റെ ആ സ്ഥലത്തെയോ ആ ഷോപ്പിൻ്റെയോ ആ വസ്തുവിൻ്റെ ഒരു ആവശ്യക്കാരനല്ലാത്ത കാലത്തോളം നമ്മുടെ കണ്ണിൽ അത് പെടൂല. ആ സ്ഥലത്തൂടെ എത്ര തവണ കടന്നു പോയിട്ട് പോലും ഇങ്ങനെ ഒരു ഷോപ്പ് ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടന്നുമ്പോൾ തൊട്ടടുത്ത് അവിടെ തന്നെ ഉണ്ട്. അതെ. കുറച്ചങ്ങ് മാറിക്കഴിഞ്ഞാൽ ഉള്ളിൽ അത്ഭുതകരമായ മരുന്നുകളുടെ ഒരു ലോകമുള്ള ഒരു വൈദ്യര്. അപ്പം അവിടെ അതിൻ്റെ ചുമരിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് പഴയ കാട്ടിലുള്ള ചെടികളും പൂക്കളും അതിൻ്റെ മരുന്നുകളുടെ വലിയൊരു ലോകമാണ് അവിടെ ഉള്ളത്. പഴയ. അപ്പം ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ആലോചിച്ചു, ഇങ്ങനെയൊക്കെ ഒരു കട ഇവിടെ, ഇങ്ങനെ ഒരു വൈദ്യര് ഇവിടെ എത്ര കാലമായിട്ടുണ്ട്. വർഷങ്ങളായിട്ട് നമുക്കറിയില്ല. എത്രയോ കിലോമീറ്റർ അപ്പുറമുള്ള ബഷീർ മാസ്റ്ററിന് അതറിയാം. അപ്പം ഞാനത് പിന്നെ ആലോചിച്ചത്, അതിൻ്റെ തൊട്ടപ്പുറത്തെ ഷോപ്പുകളിൽ അവിടെ കുറേ മീൻ മാർക്കറ്റ് ഉണ്ട്, കോഴി പിന്നെ ചിക്കൻ സ്റ്റാൾ ഉണ്ട്, അവിടെയൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. കാരണം നമ്മൾ അതിൻ്റെ ആവശ്യക്കാരനായിരുന്നു. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കുറച്ചുകൂടി ഉള്ളിൽ പോയപ്പോൾ അവിടെ വേറൊരു ഇതുപോലെ തന്നെ വേറൊരു ആയുർവേദിക് മെഡിസിൻ്റെ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ ഒരു ഏരിയ അത് അവിടെ വേറെ ഉണ്ട്. പുതിയതാണെങ്കിൽ ഓക്കെ, പക്ഷെ അതൊക്കെ ഏകദേശം ഇപ്പോൾ ഈ പറഞ്ഞ പ്രത്യേകിച്ച് എത്രയോ പഴക്കമുള്ള ഒന്നാണ്. അപ്പം എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ, പലപ്പോഴും നമ്മളിങ്ങനെ ഏതൊരു കാര്യമാണെങ്കിലും അതിലൂടെ ഇങ്ങനെ ഓടിയത് കൊണ്ടോ നമ്മളതിൽ സൂക്ഷ്മമായ ഒരു ആവശ്യത്തെക്കുറിച്ച് അന്വേഷിക്കാതെ നമ്മൾ കടന്നു പോയി കഴിഞ്ഞാൽ ഒരു കാര്യവും നമ്മുടെ ഉള്ളിലേക്ക് അതിനെക്കുറിച്ചുള്ള അറിവ് കിട്ടൂല. കടൽ കാണാൻ പോയ ഒരാൾ കടലൊരിക്കലും കാണുന്നില്ലല്ലോ. ഇല്ലല്ല. അയാൾ കരയിൽ നിന്നൊരല്പം വെള്ളം മാത്രമേ കാണുന്നുള്ളൂ, തിരമാല മാത്രമേ കാണുന്നു. എന്ന് പറഞ്ഞ പോലെ നമ്മൾ എത്ര പോയി കഴിഞ്ഞാലും നമ്മളതിൻ്റെ ആഴത്തിലേക്ക് പോകുക, അല്ലെങ്കിൽ നമ്മളവിടെ ഉണ്ടെന്ന് അന്വേഷിക്കുക. അതിൻ്റെ കൂടെ എനിക്ക് വന്നൊരു കാര്യം, നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം. ബാക്കി നസ്രുസലായിക്ക് പറയാൻ തോന്നുന്നു. ഞാനൊരു ചിന്തയായിട്ട് കൊണ്ടുവരാൻ പറ്റിയ കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ തൊട്ടടുത്ത ഗ്രാമം, നമ്മുടെ തൊട്ടടുത്ത ഒരു പട്ടണം, അല്ലെങ്കിൽ ഏതായിട്ടെ, ദൈനംദിന ജീവിതത്തിൻ്റെ ആവശ്യത്തിന് വരുന്ന ഷോപ്പുകൾ എവിടെയൊക്കെ ഉണ്ട് എന്നൊരു വിവരം നമ്മുടെ കുട്ടിക്ക് അറിഞ്ഞിരിക്കണം. തീർച്ചയായിട്ടും. നമ്മുടെ വീട്ടിലെ പല ആവശ്യങ്ങൾക്കും വരുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നുകിൽ ഇതുപോലെ മരുന്ന് ഷോപ്പുകൾ, അല്ലെങ്കിൽ പ്ലംബിങ്ങുമായി ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവില്ല അങ്ങനെയുള്ള അതിൻ്റെ ഷോപ്പുകളെ കുറിച്ചുള്ളൊരു ധാരണ. അത് എവിടെയുണ്ട്, എവിടെയാണ് അതുള്ളത്, ഇന്ന സ്ഥലത്താണല്ലോ, എവിടെയാണ് ഹോസ്പിറ്റലുള്ളത്, എവിടെയാണ് പഞ്ചായത്തുള്ളത്, എവിടെയാണ് താലൂക്ക് ഉള്ളത്, ഇത് നമ്മുടെ കുട്ടികൾക്ക് അറിയണം.
അതറിയാതെ വളരുന്ന മക്കളായി. ഇന്നലെ വന്നപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലൂടെ വന്നൊരു കാര്യമാണ്. അതെ, അതൊക്കെ അതെ. ചെറിയൊരു കാര്യം. ഇപ്പം പിന്നെ താലൂക്ക് ഹോസ്പിറ്റലിൽ ബാക്കിയുള്ളത് മാത്രം വലിയ വലിയ കാര്യങ്ങൾ മാത്രം അറിയും. വലിയ അമ്പരച്ചുംബികൾ ബിൽഡിങ്ങുകൾ മാത്രമല്ല. ചിലപ്പോൾ ഒരു കുഞ്ഞു ഷോപ്പായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട്. പക്ഷെ അത് തിരഞ്ഞ് നടന്ന് മണിക്കൂറുകൾ സമയം ചെലവഴിക്കേണ്ടി വരും, യെസ്. അറിവില്ലായ്മയുള്ളതുകൊണ്ട്. അതെ, അതെ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ നാട്ടിലുള്ളത്, ലോകത്ത് വേറെ എവിടെയുള്ളതല്ല. നമ്മുടെ തൊട്ട് പഞ്ചായത്തിലോ തൊട്ട് ഗ്രാമത്തിലോ ഉള്ള എല്ലാ പ്രധാനപ്പെട്ട ഇന്ത്യൻ സ്ഥലങ്ങൾ അതൊന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുകയും വേണം. തീർച്ചയായിട്ടും അത് സാധ്യമാകുമെങ്കിൽ അങ്ങനെ വേണം അങ്ങനെ എന്നുള്ളതാണ്. വേണം. ഇപ്പോഴത്തെ ഒരു തലമുറയുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങനെ പറയുമ്പോഴേക്കും എന്താ ഇപ്പോൾ ഈ ഷോപ്പൊക്കെ കാണിച്ചിട്ട് എന്നൊരു ചിന്തയുള്ള ആ ഒരു തലമുറയാണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞില്ല ഇത് ഇന്ന അങ്ങാടി മരുന്നിൻ്റെ ഷോപ്പാണ്, അല്ലെങ്കിൽ ഇത് ഇന്നതിൻ്റെ ഷോപ്പാണ്. അതൊക്കെ ഇപ്പോൾ അത് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമുക്ക് ആവശ്യമുള്ളത് മീഷോ. അതെ, ഏ നമുക്ക് ആവശ്യമുള്ളത് എന്ത് ചെയ്താൽ മതി, വെറുതെ സെർച്ച് ചെയ്യുക. അത് നമ്മുടെ ഓൺലൈൻ കച്ചവടക്കാരായിട്ടുള്ള ആപ്പുകൾ നോക്കുക. ആപ്പുകളിൽ നമ്മൾ അത് ബട്ടൺ അമർത്തുക, പൈസ അടക്കുക, അല്ലെങ്കിൽ വരുമ്പോൾ പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കുക. അങ്ങനെ ചെയ്താൽ പോരെ. ഈ ആപ്പ് എന്താ ഇപ്പോഴും ഇങ്ങനെ അങ്ങാടി മരുന്ന് തിരഞ്ഞെടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന മക്കളുടെ ഇടയിലേക്കാണ് നമ്മൾ ഇത്തരമൊരു ചിന്ത വെക്കുന്നത്. പക്ഷേ ഈ ഓൺലൈൻ ഷോപ്പുകളിൽ നിന്ന് കിട്ടാത്ത ഒരുപാട് അനുഭവങ്ങളും അറിവുകളും വസ്തുതകളും ഒക്കെ നമ്മുടെ തൊട്ടപ്പുറത്തുണ്ട് എന്നുള്ളതും, അതിനുമപ്പുറം ആളുകളോട് മിങ്കിളായിട്ട് ജീവിക്കുക എന്നുള്ളതും. കാരണം ഈ ഒരു ഷോപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണല്ലോ, അത് കണ്ടെത്താൻ മിക്കവാറും ഒരാളോട് ചോദിക്കാനുള്ളൊരു മടി വരെ നമുക്ക് എന്തുണ്ടാവും. കാരണം അതുകൊണ്ടാണ് നമ്മളങ്ങനെ തിരഞ്ഞെടുക്കുന്നത്. തിരഞ്ഞെടുക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു കട എവിടെയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അപ്പോഴേ തൊട്ടപ്പുറത്തുള്ള ആളുകൾക്ക് അത് പറഞ്ഞു തരാൻ പറ്റും. നമ്മളേതായാലും കാവനൂർ തന്നെ ആണല്ലോ, ഇവിടെ അതില്ല എന്ന് പറയാനാണ് നമ്മൾ വേഗം ചെയ്യുക. പിന്നെ സമയം കാണുക, ഇവിടെ അങ്ങനത്തെ ഷോപ്പ് കാണില്ലല്ലോ എന്ന് പറയാം. ഈ അന്വേഷണ ത്വര ശരിക്കും സത്യം പറഞ്ഞാൽ മറ്റുള്ളവരോട് ചോദിച്ചന്വേഷിക്കുന്ന ആ ഒരു സ്വഭാവമൊക്കെ കുട്ടികളിൽ എനിക്ക് തോന്നുന്നു ഈ സെർച്ച് എൻജിൻസ് നമ്മുടെ മുമ്പിൽ കൂടുതലുള്ളത് കൊണ്ടായിരിക്കും. അവിടെയാണ് സെർച്ച് നടക്കുന്നത് കൂടുതൽ. അല്ലാതെ എന്ത് ചെയ്യുന്നില്ല, ആളുകളിലേക്ക് ഇറങ്ങിയിട്ടുള്ള സെർച്ചിങ് ഒന്നും കുട്ടികളിൽ വരുന്നില്ല എന്നുള്ളതാണ്. അത് നല്ലൊരു ആളുകളോട് ഒരു നല്ല സമീപനവും അവരുടെ മനസ്സറിയാനും നാട്ടിൽ നടക്കുന്നതൊക്കെ മനസ്സിലാക്കാനൊക്കെ ഇത്തരം ഒരു കാര്യം ശ്രദ്ധിക്കണം അതല്ല, എന്നുള്ളത് അത് തന്നെയാണ്. പിന്നെ ഒന്ന് ഷോപ്പിന്റെ കാര്യം മാത്രമല്ല, വ്യക്തി, നാട്ടിലൊരു വ്യക്തിയെ കുറിച്ചുള്ളത് തീർച്ചയായിട്ടും. ആരാണ് എന്താന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. അതെ. അതൊക്കെ ഒരു തലമുറ, കാരണം അവരുടെ അതിജീവനത്തിൻ്റെയും അവരുടെ ജീവിതത്തിൻ്റെയും ഭാവിയിൽ അവർക്ക് ആവശ്യമായൊരു കാര്യമാണത്. യെസ്. പിന്നെ അപ്പം ഓരോന്നും പരിചയപ്പെടാനുള്ളത്, ഈവൻ നമുക്ക് പോലും, ഞാൻ എന്നെക്കുറിച്ച് ആ സമയത്ത് ഇത്ര കാലമായിട്ട് നമ്മളത് കണ്ടില്ലല്ലോ, അറിഞ്ഞില്ലല്ലോ. നമുക്ക് ആവശ്യമുള്ള പലതും തൊട്ട് കയ്യാലയിൽ അല്ലേ, എന്തായാലും കൈപ്പാട്ടിലുള്ള കാര്യം നമ്മൾ അറിയാതെ ദൂരെ എവിടെയോ തേടി പോകേണ്ട അവസ്ഥ വരികയാണ്. യെസ്. അതെ, സമയനഷ്ടം നമുക്ക് വരും. അതെ, അതെ, അതെ. ചിലപ്പോൾ അത്രയും വലിയൊരു പിന്നെ നമ്മൾ ആവശ്യമുള്ള പല മരുന്നുകളോ അല്ലെങ്കിൽ പല ആവശ്യങ്ങളോ തൊട്ടടുത്തുണ്ടായിട്ട് അറിയാതെ നമ്മൾ ദൂരെ എവിടേക്കോ ടൗണിൽ തിരഞ്ഞു നടക്കേണ്ട അവസ്ഥ വരികയാണ്.